ഇന്ന് രാവിലെയാണ് വയനാട് പിടിച്ച കടുവയെ തിരുവനന്തപുരം മൃഗശാലയിൽ എത്തിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് തിരുവനന്തപുരം മൃഗശാലയിലെ ഡോക്ടർ നമുക്കൊപ്പം ചേരുകയാണ്. സർ, എങ്ങനെയാണ് ഇനിയിപ്പോൾ നമ്മൾ കടുവയുടെ കാര്യങ്ങളൊക്കെ? ഇപ്പോൾ 8 വയസ്സുള്ളൊരു ഫീമെയിലിനാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ ഡേറ്റാബേസ് കൃത്യമായിട്ട് അവൈലബിൾ അല്ല, കാരണം ഇത് കേരള ഡേറ്റാബേസിലുള്ളൊരു കടുവയല്ല. ഇപ്പോൾ നമുക്കതിൽ കാണുന്നൊരു ഹെൽത്ത് ഇഷ്യൂ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ലെഫ്റ്റ് ഫോർലിമ്പിൽ അതിൻ്റെ കയ്യിൽ അത്യാവശ്യം നല്ല നീര് കാണുന്നുണ്ട്. അതിന് ഫ്രാക്ചർ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് എക്സ്റേ എടുത്ത് നോക്കിയാലേ നമുക്ക് അറിയാൻ കഴിയുള്ളൂ. അതനുസരിച്ചായിരിക്കും ബാക്കി ട്രീറ്റ്മെൻറ്റ് ഫിക്സ് ചെയ്യുക. ഇപ്പോൾ തൽക്കാലം ഒരു ഒബ്സർവേഷനിൽ ഇട്ടേക്കാണ്. നാളെ ആയിരിക്കും ബ്ലഡ് ടെസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. ഇന്നലെ എപ്പോഴാണ് അവിടെ നിന്ന് വയനാട്ടിൽ നിന്ന് കൊണ്ടുവന്നത്? ഇന്നലെ വൈകിട്ട് 7 മണിക്ക് അവിടെ നിന്ന് പുറപ്പെട്ടത്. ഇന്ന് രാവിലെ 9:30 ഇവിടെ എത്തി. ഇപ്പോൾ ഒരു ട്രാൻസ്പോർട്ടേഷൻ സ്ട്രെസ്സിലാണ്, കുറച്ച് വീക്കായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളതിന് കുറച്ച് ആൻറ്റി സ്ട്രെസ് മെഡിസിൻസ് ഒക്കെ കൊടുത്തിട്ട് നാളെ മുതൽ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഇപ്പം ഭക്ഷണമൊക്കെ എങ്ങനെയായിരിക്കും ഇനി കൊടുക്കുന്നതിന്? ഇന്നൊരു ദിവസം ഫാസ്റ്റിംഗ് ആയിരിക്കും. നാളെ മുതൽ 7 കിലോ ബീഫാണ് ഒരു ദിവസം ഉണ്ടാവുക. യൂഷ്വലി നമ്മൾ മൺഡേ, തിങ്കളാഴ്ച ഡ്രൈ ഡേ ആയിട്ടാണ് ഇടാറുള്ളത്. അപ്പോൾ തിങ്കളാഴ്ച ഉണ്ടാവില്ല, ബാക്കി ദിവസങ്ങളിൽ 7 കിലോ ബീഫ് ഉണ്ടാവും. അപ്പോൾ ഇനി ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കാലിന് ഫ്രാക്ചർ, വേറെ എന്തെങ്കിലും പ്രഥമദൃഷ്ടിയിൽ എന്തെങ്കിലും പരിക്കുകൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? അത് നമുക്ക് ബ്ലഡ് ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഇൻറ്റേർണൽ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് പറയാൻ കഴിയുള്ളൂ. ചിലപ്പോൾ ഈ കാട്ടിൽ എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂ വന്നിട്ടായിരിക്കുമല്ലോ അത് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടാവുക. അപ്പോൾ മിക്കവാറും അതിനെന്തെങ്കിലുമൊക്കെ ഉള്ളിൽ പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം പറയാൻ കഴിയുള്ളൂ. നിലവിൽ ഇപ്പോൾ വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു ഇവിടെ എത്തിച്ച സാഹചര്യത്തിൽ. ഈ സാധാരണ 8 വയസ്സാണ് ഇപ്പോൾ പ്രായമുള്ളത്. അപ്പം ഇനി എത്ര വയസ്സ് വരെയൊക്കെയാണ് ഇതിൻ്റെയൊക്കെ ഒരു ആയുസൊക്കെ എന്ന് പറയുന്നത്? കാട്ടിൽ സാധാരണ 12-14 വയസ്സ് വരെ കിട്ടുള്ളൂ. ക്യാപ്റ്റിവിറ്റിയിൽ, അതായത് നമ്മളിപ്പോൾ സൂ പോലത്തെ സിറ്റുവേഷനിൽ നമ്മൾ ഫുഡ് കൊടുത്ത് വളർത്തുന്ന സാഹചര്യം ആയതുകൊണ്ട് 20 വയസ്സ് വരെയൊക്കെ കിട്ടാറുണ്ട്. നമ്മുടെ ട്രിവാൻഡ്രം സൂവിൽ ഇപ്പോൾ ഉള്ള ഏറ്റവും ഓൾഡസ്റ്റ് ടൈഗർ 21 വയസ്സുണ്ട്, രാഹുൽ. ഇത് ഇപ്പോൾ 8 വയസ്സായി. ശരിക്കും ഇത് പ്രായപൂർത്തിയായ കടുവയാണോ, എങ്ങനെയാണെന്ന് അറിയാം? അതെ, ഇത് 3 വയസ്സ് മുതലൊക്കെ ഇത് അഡൽട്ടായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇത് പ്രായപൂർത്തിയായ കടുവ തന്നെയാണ്. പിന്നെ ബോഡി സൈസ് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഒരു 8 വയസ്സൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഡേറ്റാബേസ് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് എൻ്റെ ഏജ് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ എത്രയാണ് ഇതിൻ്റെ വെയിറ്റും ഹൈറ്റും ഒക്കെ വരുന്നത്? ഇതിനിപ്പോൾ ഒരു 130-140 കിലോ വെയിറ്റ് ഉണ്ടാവുള്ളൂ. സാധാരണ ടൈഗറിനൊരു 250 വരെയൊക്കെ വെയിറ്റ് വെക്കാറുണ്ട്. അപ്പോൾ ഇത് കുറച്ച് ചെറുതാണ്, ഫീമെയിൽ ആയതുകൊണ്ടും കൂടെ ആയിരിക്കാം. ഫീമെയിലിന് 180 വരെയൊക്കെയാണ് യൂഷ്വലി വരാറുള്ളത്. ഇതിപ്പോൾ ഒരു 140 അടുപ്പിച്ചുണ്ടാവും. അപ്പോൾ എത്ര ദിവസമായിരിക്കും ഇവിടെ ഒബ്സർവേഷനിൽ വെക്കുന്നത്? ഇതിന് ശേഷം പിന്നീട് കൂട്ടിലേക്കല്ലേ മാറ്റുക? നമ്മൾ 3 വീക്സാണ് ക്വാറന്റൈൻ പൊതുവേ കൊടുക്കാറുള്ളത്. പിന്നെ ഇതിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻസ് നടത്തുമ്പോൾ കൂടുതൽ എന്തെങ്കിലും ഡിസീസ് കാണുകയാണെങ്കിൽ ചിലപ്പോൾ ക്വാറന്റൈൻ നീണ്ടുപോകാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം മൃഗശാലയിൽ എത്തിച്ച കടുവയെ വയനാട്ടിൽ നിന്നും ഇവിടെ തിരുവനന്തപുരത്ത് എത്തിച്ച കൂട്ടത്തിലുള്ള റേഞ്ച് ഓഫീസർ നമുക്കൊപ്പം ചേരുകയാണ്. രാജീവ് കുമാർ സാറാണ് നമുക്കൊപ്പം ചേരുന്നത്. സാർ, എങ്ങനെയാണ് ഈ കടുവയെ നമ്മൾ പിടിക്കുന്നത്? ആ കഥയൊന്നാണ് എല്ലാവർക്കും കേൾക്കേണ്ടത്. ഈ കഴിഞ്ഞ ജനുവരി മാസം 7-ാം തീയതിയാണ് അമരക്കുനി എന്ന് പറഞ്ഞ ഭാഗത്ത് ഒരു തോമസ് എന്ന് പറഞ്ഞ ആളുടെ വീട്ടിലുള്ള ആടിനെ കടുവ ആദ്യമായി പിടിക്കുന്നത്. അപ്പോൾ ആ വിവരങ്ങൾ അറിഞ്ഞ ആ സമയത്ത് തന്നെ നമ്മൾ ആ ഭാഗത്ത് എത്തുകയും കടുവയെ നിരീക്ഷിച്ച് വരികയായിരുന്നു. പക്ഷേ കടുവയെ ആ ദിവസങ്ങളിലൊന്നും കണ്ടില്ല. പക്ഷേ പിറ്റേ ദിവസവും അതിനടുത്ത് തൊട്ടടുത്തുള്ളൊരു വീട്ടിലുള്ള ഒരു രതികുമാറിൻ്റെ ആടിനെ കടുവ പിടികൂടുകയുണ്ടായത്. അതിനെ തുടർന്ന് നമ്മൾ ക്യാമറ സ്ഥാപിക്കുകയും കടുവയുടെ പിക്ചറുകൾ കിട്ടുകയും കൂട് സ്ഥാപിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ കടുവ തുടർച്ചയായി വീണ്ടും ആടുകളെ പിടിച്ചുകൊണ്ടേയിരുന്നു. തുടർച്ചയായി 5 ആടുകളെ പിടിച്ച് കടുവ ഭക്ഷണമാക്കിയതിന് ശേഷം, പല കടുവകളെയും കടുവയ്ക്ക് ഭക്ഷണമാക്കാൻ സാധിച്ചിരുന്നില്ല. അതിനു മുമ്പേ തന്നെ നമ്മൾ കണ്ടെത്തുകയും കൂടുകൾ സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ പിന്നീടാണ് നമുക്ക് മനസ്സിലായത് സാധാ കൂടുകളിൽ കയറാൻ ഈ കടുവ എന്തോ വിമുഖത കാണിക്കുന്നുണ്ടെന്ന്. അതിനുശേഷമാണ് നമ്മൾ ഈ കൂടിനെ ഒരു ആടിൻ്റെ കൂടിൻ്റെ രൂപത്തിലേക്ക് മാറ്റിയത്. ആ രൂപത്തിലേക്ക് മാറ്റി കൂട് സ്ഥാപിച്ച് 16-ാം തീയതി രാത്രി കടുവ കൂട്ടിലകപ്പെടുകയായിരുന്നു. കടുവയ്ക്ക് ഈ കൈകൾക്ക് രണ്ടിനും കടുവകൾ തമ്മിലുള്ള അറ്റാക്കിലായിരിക്കാം ചെറിയ പരിക്കുകളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കടുവ സ്ഥിരമായി ആടുകളെ മാത്രം പിടികൂടാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അപ്പം 7-ാം തീയതി തുടങ്ങി 16-ാം തീയതി വരെ 10 ദിവസം ആ പ്രദേശവാസികൾ ഒരു ആശങ്കയിലായിരുന്നു. പക്ഷേ അവരുടെ സഹകരണം വളരെ കൂടുതൽ വനംവകുപ്പിന് ലഭിച്ചിരുന്നു. മേലധികാരികളിൽ നിന്നുള്ള
പരിപൂർണ്ണ സഹകരണം ഉണ്ടായതുകൊണ്ട് 10 ദിവസത്തിന് ശേഷം നമുക്ക് ഈ കടുവയെ കൂട്ടിലേക്ക് പെടുത്താൻ സാധിച്ചു. ഇപ്പം പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ടുള്ളൊരു യാത്ര എങ്ങനെയായിരുന്നു? അവിടെ പിടിച്ചതിന് ശേഷം? കടുവയെ പിടിച്ചതിന് ശേഷം നമ്മുടെ അവിടെ കുപ്പാടി ഒരു ഹോസ്പേസ് ഉണ്ട്, അവിടെ കടുവയ്ക്ക് ചികിത്സ നൽകിയിരുന്നു. പക്ഷേ കടുവയ്ക്ക് കൂടുതൽ നല്ല ചികിത്സ നൽകണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചീഫ് വൈൽഡ് വാർഡന് തിരുവനന്തപുരം മൃഗശാലയിലേക്ക് ഈ കടുവയെ മാറ്റാൻ തീരുമാനിച്ചത്. അതനുസരിച്ച് ചീഫ് വൈൽഡ് വാർഡൻ്റെ ഉത്തരവനുസരിച്ചാണ് കടുവയെ തിരുവനന്തപുരം മൃഗശാലയിലേക്ക് മാറ്റിയിരിക്കുന്നത്. അപ്പം ഇന്നലെ വൈകിട്ട് തുടങ്ങിയ യാത്രയായിരുന്നു. എത്ര പേരുണ്ടായിരുന്നു ഈ യാത്രയിലൊക്കെ? എങ്ങനെയായിരുന്നു കടുവയിൽ യാത്ര സമയത്തൊക്കെ കടുവയുടെ ഒരു പ്രതികരണമൊക്കെ? കടുവയെ നമ്മൾ ഈ കൊണ്ടുവരുമ്പോൾ ചീഫ് വൈൽഡ് വാർഡൻ്റെ നിർദ്ദേശമുണ്ടായിരുന്നു 4 സ്ഥലങ്ങളിൽ നിന്ന് വെറ്റിനറി ഡോക്ടർമാരെ കൊണ്ട് പരിശോധിപ്പിച്ച് ആരോഗ്യസ്ഥിതി ഉറപ്പുവരുത്തി വേണം കൊണ്ടുവരണമെന്ന്. അതനുസരിച്ച് താമരശ്ശേരിയിലും തൃശ്ശൂരിലും കോട്ടയത്തും പിന്നെ അവസാനം ഈ ചടയമംഗലത്തും വെച്ച് 4 വെറ്റിനറി ഡോക്ടർമാർ, നമ്മുടെ ഫോറസ്റ്റ് വെറ്റിനറി ഡോക്ടർമാർ പരിശോധിച്ച് ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് കടുവയെ ഇന്ന് രാവിലെ 9 മണിയോടെ തിരുവനന്തപുരം മൃഗശാലയിൽ എത്തിച്ചിരിക്കുന്നത്. ഇപ്പം ഈ വണ്ടിയിൽ പോകുമ്പോൾ എന്തെങ്കിലും അസ്വാഭാവികത പ്രകടിപ്പിച്ചിരുന്നോ? അത് കൂട്ടിലായിരുന്നു മയക്ക് എന്തെങ്കിലും ചെയ്തിരുന്നു? എങ്ങനെയായിരുന്നു അത്? ഇല്ലല്ല, കടുവയെ സ്വാഭാവികമായി മയക്കമൊന്നും ചെയ്തിട്ടില്ല. സ്വാഭാവികമായി ഉള്ള രീതിയിൽ തന്നെയാണ് ഇവിടം വരെ എത്തിച്ചിട്ടുള്ളത്. കടുവ കൂട്ടിൽ ഇവിടം വരെയുള്ള യാത്രയിൽ അക്രമകാരിയായ സ്വഭാവമൊന്നും കാണിച്ചിരുന്നില്ല. എത്ര അംഗങ്ങളുണ്ടായിരുന്നു ആ ടീമിൻ്റെ അകത്ത് അവിടുന്ന് വയനാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്? വയനാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നത് 10 അംഗങ്ങൾ, ഡ്രൈവർമാരടക്കം 10 പേരുണ്ടായിരുന്നു. വനം വകുപ്പിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ഡോക്ടർ അജേഷ് സാറിൻ്റെയും സംഘങ്ങളുണ്ടായിരുന്നു. എല്ലാവരും 10 പേര് കൂടിയാണ് ഇവിടെ കടുവയെ എത്തിച്ചിരിക്കുന്നത്. കാടിറങ്ങി ആടുകളെ പിടിക്കാൻ തുടങ്ങിയതോടെയാണ് വനംവകുപ്പ് കൂടുവെച്ച് ഈ പെൺകടുവയെ കൂട്ടിലാക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരം മൃഗശാലയിൽ ഇനി 21 ദിവസം ക്വാറന്റൈൻ. അതിനുള്ളിൽ ചികിത്സിച്ച് മുറിവുകളെല്ലാം ഭേദമാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഡോക്ടർമാർ. ക്യാമറാമാൻ PV രഞ്ജിത്തിനൊപ്പം രജീഷ് നരിക്കുനി, സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.